കാടും നാടും വിറപ്പിച്ച വീരപ്പനെ വിട്ടൊഴിയാത്ത വിവാദങ്ങൾ. വീരപ്പൻ മരിച്ച് 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും അയാളെയും അയാളെ ചുറ്റിപ്പറ്റി നടക്കുന്ന കൊള്ളയും കൊലയും ഒന്നും കേരള ജനത മറന്നിട്ടില്ല. ഒപ്പം സ്ത്രീ വിവാദങ്ങളും. 1996 ഏപ്രിൽ നക്കീരൻ ഗോപാലൻ വീരപ്പനുമായി നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. 1996 സൺ TV സംപ്രേഷണം ചെയ്ത വീരപ്പന്റെ അഭിമുഖത്തിൽ നടി സുകന്യക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് നടി കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഭാഗം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാതെയാണ് സൺ TV അന്ന് സംപ്രേഷണം ചെയ്തത്. സുകന്യ നൽകിയ മാനനഷ്ട കേസിൽ സൺ TVക്ക് 10 ലക്ഷം രൂപ പിഴ വിധിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. 30 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്തിന്റെ ബന്ധുവുമായി നടിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും വീരപ്പൻ പറഞ്ഞിരുന്നു. ഇത് നടിക്കുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് ചെറുതല്ലായിരുന്നു. തന്റെ അന്തസ്സിനെ ഹനിക്കുന്നതും സുഹൃത്തുക്കൾക്കിടയിലും കുടുംബത്തിലും സമൂഹത്തിലും തന്റെ പ്രതിച്ഛായ താഴ്ത്തുന്നതുമായിരുന്നുവെന്ന് വാദിച്ച് നടി, സൺ TV, ഗോപാൽ, വീരപ്പൻ എന്നിവർക്കെതിരെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അപകീർത്തി കേസ് ഫയൽ ചെയ്തു. ഇപ്പോഴിതാ 30 വർഷങ്ങൾക്ക് ശേഷം ആ കേസിന് വിധി വരുന്നു. തെളിയാതെ കിടക്കുന്ന അനവധി കേസിന് പിന്നാലെ വീരപ്പനുമായി ബന്ധപ്പെട്ട ഇങ്ങനെയൊരു കേസിൽ വിധി വരുമ്പോൾ ഏകദേശം 200 കോടിയോളം രൂപയുടെ ചന്ദനവും 2000-ഓളം ആനക്കൊമ്പുകളും വീരപ്പൻ കടത്തിയത് കണ്ടെത്താൻ പോലീസിന് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാണ്. അപകീർത്തികരമായ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാതിരുന്നതിലും ചാനലിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കാതിരുന്നതിലും സൺ TVയുടെ ഭാഗത്തു നിന്ന് ദുരുദ്ദേശമുണ്ടായിരുന്നതായി കോടതി നിരീക്ഷിച്ചു. സൺ TV മറ്റൊരു മാസികയിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ചാനലിൽ തന്നെ ഖേദം അറിയിക്കാതിരുന്നതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയില്ലെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം ഖേദം സ്വന്തം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നെങ്കിൽ നേരത്തെ പ്രസിദ്ധീകരിച്ചത് കണ്ട അതേ പ്രേക്ഷകരിലേക്ക് അത് എത്തുമായിരുന്നു. എന്നാൽ മറ്റൊരു മാസികയിൽ മാത്രം ഖേദം അറിയിക്കാൻ സൺ TV തയ്യാറായത് അവരുടെ ഭാഗത്തുനിന്നുള്ള ദുരുദ്ദേശത്തെയാണ്. അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഉള്ളടക്കം പരിശോധിക്കേണ്ടത് ചാനലിന്റെ കടമയാണെന്നും ഈ കേസിൽ ആ വിഷയത്തിൽ ചാനലിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു കാലത്ത് കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച വീരപ്പൻ വലിയൊരു സമ്പാദ്യം സത്യമംഗലം കാടുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ ആരും ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അത് കണ്ടെത്താൻ പ്രയാസമാണെന്നും മകൾ വിജയലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു. ഇന്നും അത് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് തെളിയാതെ കിടക്കുന്ന സത്യമാണ്.